ഹലോ, ഇന്ന് നമ്മളൊരു വടയാണ് ഉണ്ടാക്കണം 4 മണി പലഹാരമായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു മീഡിയം സൈസ് സബോള, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ചോപ്പറിലിട്ട് ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിലയും. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചക്കയാണ് കേട്ടോ. ചക്ക കൊണ്ടാണ് നമ്മൾ വട ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്ക നന്നായി കഴുകി മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ക്രഷ് ചെയ്തെടുത്ത ചക്കയും സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കടലമാവാണ് വേണ്ടത്. 3 ടീസ്പൂൺ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടലമാവും അരിപ്പൊടിയും തുല്യ അളവിലാണ് എടുത്തേക്കണേ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവിന് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പച്ചമുളകിന് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതി, അല്ലെങ്കിൽ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ആക്കി ഇടാട്ടോ. ഇത് നന്നായി കുഴച്ച് കയ്യിൽ ഇങ്ങനെ ഉരുട്ടാൻ പാകത്തിനാക്കി വെക്കണം. വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ കുഴച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്. വീണ്ടും ഉപ്പിട്ട് നന്നായി കുഴച്ചു. വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് പരിപ്പുവട നമ്മൾ കയ്യിൽ വെച്ച് പരത്തണ പോലെ പരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് ഒരു വശം മൂത്ത് കഴിഞ്ഞാൽ ഇത് ഓരോന്നും തിരിച്ചിട്ട് 2 വശവും മാറി മാറി തിരിച്ചിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായി മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചക്കവട ഒരു ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിത് കോരി മാറ്റി വെളിച്ചെണ്ണ വലാനായിട്ട് വെച്ചിട്ടുണ്ട്. പരിപ്പ് വടയുടെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും ഇത് വൈകുന്നേരം ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഒരു ദിവസമൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഈ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും വേണം. അപ്പോൾ ഓക്കെ, ബൈ.